രമേശ് ചെന്നിത്തലയുടെ പിണക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ കട്ടക്കലിപ്പി നിൽക്കുകയാണ്. പക്ഷേ അതിൽ അദ്ദേഹം ആ ദേഷ്യം പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം സാധാരണ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിത്തെറിച്ച് പറയുക, സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുക, അങ്ങനത്തെ ഒരു 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 പൊതു സ്വഭാവം കോൺഗ്രസ്സുകാർക്കുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം തീർത്തും വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അത് വി ഡി സതീശൻ അനുകൂലമായിട്ടാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. അതെ, എന്താണെന്നറിയോ, രമേശ് ചെന്നിത്തല മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് നേതാക്കളും ഒരു സംയമനം പാലിച്ചാണ് നിൽക്കുന്നത്. അവരാരും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചില്ല. കാരണം ഓൾറെഡി UDF പ്രതിസന്ധിയിലാണ്. അതെ, അതായത് ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ UDFനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഇന്നലെ അങ്ങോട്ട് പരിഹരിക്കുന്നതിന് പുറകെ ഇനിയിപ്പം മന്ത്രിസ്ഥാനം കിട്ടാത്ത, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതുകൊണ്ടുള്ള അടിയും പിടിയും ബഹളവും ഒക്കെ ഇങ്ങനെ വരുന്ന പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കും. മാത്രമല്ല KC വേണുഗോപാലിനും ഉള്ളിലൊരു നീരസമുണ്ട്, ചെന്നിത്തലയ്ക്കും ഉണ്ട്. അദ്ദേഹം ഈ സംസാരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ എന്താ, അതായത് സാധാരണ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആ അതിർത്തി തെളിഞ്ഞു കാണാം. കാരണം ഇന്ന് അദ്ദേഹം സാധാരണ മാധ്യമങ്ങൾക്ക് മുന്നിൽ എപ്പോഴും പ്രതികരിക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹം ഗുരുവായൂരിൽ വെച്ച് പ്രതികരണം നടത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് വന്നിട്ട് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ ഞാൻ പറയേണ്ടതെല്ലാം ഗുരുവായൂർ വെച്ച് പറഞ്ഞിട്ടുണ്ട്, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർദ്ദതന്ത്രമായിട്ട് വേണം കാണാൻ. കാരണം കേരളത്തിൽ മുഖ്യമന്ത്രി എന്നുള്ള പദവി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിട്ട് നമ്മൾ കാണുന്നത് ആഭ്യന്തരവും ധനകാര്യവും. ഈ രണ്ട് വകുപ്പുകളാണ് കേരളത്തിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്. ഈ ധനകാര്യ വകുപ്പ് UDF കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തിരുന്നത്. KM മാണിയായിരുന്നു UDFൽ വർഷങ്ങളായിട്ട് ധനകാര്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള തഴക്കവും പഴക്കവും ഉണ്ട്. അദ്ദേഹം ധനകാര്യ സിസ്റ്റത്തെക്കുറിച്ച് അറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പാണ്. അതായത് ഇദ്ദേഹം കഴിഞ്ഞാൽ ആരാണ് ഈ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആഭ്യന്തരമാണ് പ്രധാനപ്പെട്ട വകുപ്പ്. ആഭ്യന്തരവും മുഖ്യമന്ത്രി സ്ഥാനവും കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്ത വളരെ കുറച്ച് മുഖ്യമന്ത്രിമാരെ ഉണ്ടായുള്ളൂ. K. കരുണാകരൻ കൈകാര്യം ചെയ്തതാണ്, EK നായർ, പിണറായി വിജയൻ. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഉമ്മൻചാണ്ടിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്തത്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. അപ്പോൾ അദ്ദേഹം ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു വിഷയം വരുന്നതും അദ്ദേഹം വിജിലൻസിൽ ഒരു പരാമർശം വരുന്നു. അദ്ദേഹം ഈ വകുപ്പ് ഒഴിഞ്ഞിട്ട് വിജിലൻസും ആഭ്യന്തരവും കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുക്കുന്നു 2011. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അന്ന് ഇതേ അവസ്ഥയായിരുന്നു ചെന്നിത്തല അന്ന് ആദ്യം KPCC പ്രസിഡന്റ്. അദ്ദേഹം പക്ഷേ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തില്ല. അന്ന് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ഒരു പിടിവാശിയുണ്ടായിരുന്നു. അത് കിട്ടാതെ വന്നത് കാരണം അദ്ദേഹം അന്ന് ആ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തില്ല. അന്ന് അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കാം, മന്ത്രിസഭയിൽ വരാൻ പറഞ്ഞതാണ്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ തോന്നി പുള്ളി വെറും ഒരു MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ബാക്കി എല്ലാവരും മന്ത്രിമാരായിട്ട് വിലസുന്നു. അങ്ങനെയാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ നിലവിൽ അതുപോലെ പക്ഷേ 2006 VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് VS അന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്തില്ല പാർട്ടി. മനസ്സിലായോ? പാർട്ടി കാരണം പാർട്ടി സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. VSും പിണറായിയും തമ്മിലുള്ള ആ ഒരു സംഘർഷങ്ങളുടെ കാലമാണ്. ഇവർ തമ്മിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത കൊടികുത്തി നിൽക്കുന്ന കാലം. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴും സതീശന് തന്നെ ആഭ്യന്തരം കൊടുക്കരുത് എന്ന് ഒരു ആവശ്യം KC വേണുഗോപാൽ അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒത്തുതീർപ്പിനകത്തിൽ പോലും അതുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ചെന്നിത്തലയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ ആഗ്രഹിച്ച ഒരു നേതാവ്, ഇപ്പോൾ അത് കിട്ടാണ്ട് പോയതിൻ്റെ എല്ലാ സങ്കടവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ തന്നെക്കാൾ ജൂനിയറായ ഒരാളുടെ കീഴിൽ അദ്ദേഹം അത്തരമൊരു ശക്തമായ വകുപ്പാണെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും അത്തരം ഒരു വകുപ്പ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സതീശന് കീഴിൽ നിൽക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുമോ? അദ്ദേഹത്തിന് താല്പര്യം ഉള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ മുതൽ അദ്ദേഹം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ നടപടികൾ. എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് അദ്ദേഹത്തിനും ഉണ്ടൊരു ഗ്രൂപ്പ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഗ്രൂപ്പുകളെല്ലാം സൈലൻ്റ് ആയിരുന്നു, ഒരു മെർജ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഒന്നും വന്നില്ല. ഇത്തവണ നമ്മൾ ശ്രദ്ധിച്ചറിയാം, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കുഞ്ഞു അസ്വാരസ്യങ്ങളെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു? അതായത് എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ 1-2 പേര് എതിർപ്പ് പറഞ്ഞെങ്കിലും അവരെല്ലാം പിന്നീട് ഒതുങ്ങുന്നതാണ് കണ്ടത്.
എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഗ്രൂപ്പ് പിന്തുണ വന്നിട്ടില്ല. ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു തന്നെ അതിനകത്ത് നമ്മൾ സതീശനെ സമ്മതിക്കും. സതീശനാണ് ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത്. അദ്ദേഹം ഗ്രൂപ്പിസത്തിന് അതീതമായിട്ടാണ് നിന്നത്. സതീശൻ അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഹിതപരിശോധനയിൽ പിന്നിൽ പോയത്. ആര് മുഖ്യമന്ത്രിയാണോ എന്നുള്ള ചോദ്യത്തിന് സതീശന്റെ പേരാരും പറയായിരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പും ദുർബലമാണ്. ഉള്ള ഗ്രൂപ്പ് കെ സിയുടെയാണ്. അത് കെ സിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, കെ സിയുടെ പദവിയോടുള്ള ഇഷ്ടം കൊണ്ട്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത പദവിയാണ്. ആ പദവിയിൽ ഒരാൾ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഇരിക്കുന്ന ഒരു സാധാ കോൺഗ്രസ്സുകാരന് അദ്ദേഹത്തെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇനിയിപ്പം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇനിയിപ്പം റോൾ ആയ അവസ്ഥയാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനും ക്ഷയിക്കാനുള്ള സാധ്യത ഇല്ല. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ക്ഷയിക്കില്ല. കാരണം അങ്ങനെ AICC പ്രസിഡന്റ് ആകുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ശക്തനാണ്, മാധ്യമ റിപ്പോർട്ടുകൾ അങ്ങനെ പറയാം. പക്ഷേ പുള്ളിക്ക് എന്ത് സംഭവിച്ചെന്നറിയാവോ? പുള്ളി ശക്തനാണ്, പക്ഷെ പുള്ളിയുടെ ഇമേജ് ഈ ഇന്ത്യ മകാര ഇത് തകർന്നുപോയി. അത്രയും ശക്തനായ ഒരാൾക്ക് കേരളത്തിൽ അതായത് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പുള്ളിക്ക് പറയാവുന്നതേ ഉള്ളൂ. അതാണ് അത്തരം പദവിയില്ല പുള്ളി ഇരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ആ പദവി നഷ്ടമായി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ നാണക്കേടാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം ഇതിന് ഇറങ്ങാതിരുന്നായിരുന്നേ കുഴപ്പമില്ല. ഇദ്ദേഹം ഇത് പരസ്യമായിട്ട് രംഗത്തിറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ശരിക്കും അങ്ങനെ നോക്കിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു ഹ്യൂമിലിയേഷൻ ഉണ്ടായിട്ടില്ല. പുള്ളിക്ക് ഒരു അപമാനം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിട്ടില്ല. അപമാനം ശരിക്കും ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹത്തിനാണ്, കെ സി വേണുഗോപാൽ. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെയും അപ്പോഴും ഇപ്പോഴും എല്ലാം തന്നെയും രമേശ് ചെന്നിത്തല സൈലന്റ് ആയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയായിരുന്നു. സൈലന്റ് ആയിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടുത്ത ദിവസങ്ങളിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ഈ സംഭവം പരാമർശിക്കും. തീർച്ചയായിട്ടും ഈ വേണുഗോപാലിനെതിരെ അദ്ദേഹം പ്രസംഗത്തിനകത്ത് പരാമർശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡായിട്ട് കൊണ്ട് നടന്നിട്ട് അയാളെ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. ഇയാൾ പിന്നെ എങ്ങനെ ഒരു പ്രധാനമന്ത്രിയാകാൻ പറ്റും? എങ്ങനെ കോൺഗ്രസിന് ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റും? അവിടെയാണ് അതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് പറ്റിയ അത്രയും വലിയ മിസ്റ്റേക്ക് അല്ല. ഇയാൾക്ക് ഈ പിന്നെ കെ സിക്ക് വന്ന അത്രയും വലിയ മിസ്റ്റേക്ക് അല്ലെ അപമാനം ചെന്നിത്തലയ്ക്കില്ല. പക്ഷെ ചെന്നിത്തലയുടെ ഇനിയുള്ള ലക്ഷ്യം താരതമ്യേന ജൂനിയറായിട്ടുള്ള VD സതീശൻ്റെ കൂടെ ഇരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു കാരണം മാത്രമാണ്. പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് തുല്യമായ ഒരു പദവിയാണ് ജനങ്ങളുടെ ഇടയിൽ ആഭ്യന്തര വകുപ്പ്. മാത്രമല്ല അദ്ദേഹം മുൻപ് കൈകാര്യം ചെയ്ത് അദ്ദേഹം ആ ഒരു പ്രവർത്തന മികവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ കുബേര പോലുള്ള അന്നത്തെ ബ്ലേഡ് മാഫിയക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള നടപടികളൊക്കെയും അന്ന് അതേറെ പ്രശംസിക്കപ്പെട്ട ഒരു നടപടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പരിചയമുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുത്താൽ ഒരിക്കലും അത് ആ വകുപ്പിൽ അദ്ദേഹം പരാജിതനായി മാറില്ല എന്നുള്ളൊരു വിശ്വാസം നിലവിൽ നിൽക്കുന്നുണ്ട്. അവിടെ അന്ന് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉയർന്ന ഒരു ആരോപണം ശരിക്കും ഈ തിരുവഞ്ചൂരായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തപ്പോഴാണ് ഈ TP വധം നടക്കുന്നത്, TP വധക്കേസ്. അപ്പോൾ ഈ TP വധക്കേസ് നടക്കുന്ന സമയത്താണ് തിരുവഞ്ചൂര് ഈ പ്രതികളെ മുഴുവൻ പിടിപ്പിക്കുന്നത്. എല്ലാവരെയും പിടിച്ചു. അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ കൊടിസുനി അങ്ങനെയുള്ള മൊത്തം പ്രതികളെയും 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ അന്ന് അറസ്റ്റിന് പോയ ഉദ്യോഗസ്ഥരെല്ലാം ഈ ഇടത് സർക്കാരിൻ്റെ കീഴിൽ ചവിട്ടും തുപ്പുമായിട്ട് കിടക്കുകയാണ് ഇപ്പോഴും. അവർക്കൊക്കെ ഒരു നല്ല പോസ്റ്റ് കിട്ടും. പക്ഷേ അന്ന് തിരുവഞ്ചൂരിൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനം, തിരുവഞ്ചൂരിൻ്റെ ആ നിലപാടുകൾ പരക്കെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. എന്നാൽ തിരുവഞ്ചൂർ കൊണ്ടുവന്ന ആ ഒരു ഹൈപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് തുടരാൻ പറ്റിയിട്ടില്ല എന്ന് ഒരു ആക്ഷേപം ശക്തമായിട്ടുണ്ട്. മാത്രമല്ല മറ്റേ സംഭവം ഉണ്ടായത് സോളാർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല എടുത്ത നിലപാടുകൾക്ക് എതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ കർശനമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ബാർക്കോഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നിൽക്കുന്ന സമയത്തും രമേശിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്. സതീശനാണ് മന്ത്രിമാരുടെ വകുപ്പ് തീരുമാനിക്കേണ്ടതെങ്കിൽ പോലും AICC അല്ലെ ഹൈക്കമാൻഡ് പറയുമ്പോൾ ഈ വകുപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ ആഭ്യന്തര വകുപ്പിന് വേണ്ടി ആണ് ഈ സമ്മർദ്ദം നടത്തുന്നത്. പക്ഷെ അദ്ദേഹം ഇന്ന് അവസാന നിമിഷവും പറഞ്ഞത് വകുപ്പ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണെന്നാണ് പറയുന്നത്. അപ്പോഴും അദ്ദേഹം അത് പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. എനിക്ക് ഈ ഒരു വകുപ്പ് വേണമെന്നുള്ള രീതിയിലുള്ള ഒരു സമ്മർദ്ദം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അതാണ് സത്യം. വകുപ്പ് വിഭജനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണെങ്കിൽ പോലും വകുപ്പ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി അല്ലല്ലോ. ഇത് കൂട്ടായ ചർച്ചയിലൂടെ ഒന്ന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരണം, പാർലമെൻ്ററി അല്ല കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരണം, UDFിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരണം. ഈ ഘടകകക്ഷികളുമായിട്ട് ചർച്ച നടത്തണം. നിങ്ങൾക്ക് ഇന്ന ഒരു മന്ത്രിയെ തരാം, നിങ്ങൾക്ക് ഇന്ന 2 മന്ത്രിയെ തരാം, നിങ്ങളുടെ മന്ത്രിമാരാരാണെന്ന് ഞങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞ് അവരോട് പറയത്തുള്ളൂ. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കോൺഗ്രസിൻ്റെ കൈ വരും,
വരുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ആഭ്യന്തരം. ആ വകുപ്പ് കിട്ടാതെ രമേശ് ചെന്നിത്തല വേറെ MLA ആക്കി നിയമസഭയിൽ ഇരുത്താൻ ഒരിക്കലും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ഒന്നും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഹൈക്കമാൻഡിനോട് ഇത്രയും നാളും വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ ഇത്രയും പ്രായത്തിനിടയിലും അദ്ദേഹത്തിന് ഈ പറയത്തക്ക രീതിയിൽ അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരു വളരെ മികച്ചൊരു ഓഫർ വന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് അദ്ദേഹം മാറിപ്പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല BJP-യിൽ പോകും എന്നൊരു തോന്നൽ ഇവിടെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഇപ്പോഴല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPM-കാർ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു തന്ത്രം. പക്ഷേ ചില ചാനലുകാരൊക്കെ ചുമ്മാ രാവിലെ വ്യാജ വാർത്തകൾ ഒത്തിരി അടിച്ചു വിടുന്നുണ്ട്. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കും, എന്തൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം എങ്ങോട്ട് പോകാനൊക്കെ. അത് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിൽ നിന്ന് പണ്ട് AK ആന്റണിയും K കരുണാകരനും പിന്നെ വയലാർ രവിയും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ്. പിന്നെ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ. PM സുധീരനും വയലാർ രവിയും AK ആന്റണിയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരുടെ ശേഷം ഒരു തൊട്ടടുത്ത തലമുറ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. അതിൽ തന്നെ സീനിയർ രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹം അതിന് അർഹനാണ്. പക്ഷെ അതിന് അദ്ദേഹം ചെറിയൊരു സമ്മർദ്ദതന്ത്രം ചെലുത്തുന്നതായിട്ട് മാത്രമേ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം സ്വീകരിക്കാതെ മാറി നിന്നാൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് പിന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അദ്ദേഹം വളരെ വലിയ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാനുള്ള ഒരുപക്ഷെ അവസാനത്തെ സാധ്യതയാണെന്ന് വേണമെങ്കിൽ ഇത് പറയാം. അടുത്ത തവണയൊന്നും ഭരണത്തിൽ വരണമെന്നൊന്നുമില്ല. 2031 ഈ സർക്കാർ ഭരണത്തിൽ വരണമെന്നില്ല. ഇനി BJP സർക്കാരാണോ വരുന്നത്? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ BJP ഒക്കെ ഒരു തവണ ഭരണം പിടിച്ചാൽ പിന്നെ ആ സംസ്ഥാനത്തൊന്നും ഇറക്കി വിടാൻ പറ്റും. ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ 3 പേരും ഒരുമിച്ച് തർക്കം നടത്തിയതെന്നും നമുക്ക് ഒരുപക്ഷെ അവസാനത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോ കോൺഗ്രസിൽ നിന്നായി മാറാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഈ നിലപാട് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത്.